അങ്ങനെ നമ്മളിപ്പോൾ പയ്യന്നൂർ എത്തിയിരിക്കുകയാണ്. പയ്യന്നൂർ ചിച്ചുവിൻ്റെ അമ്മമ്മേൻ്റെ ചേട്ടത്തിയുടെ വീട്ടിലാണ് ഞങ്ങൾ എത്തിയത്. അപ്പോൾ ഇവിടുത്തെ ഇന്നൊരു പ്രത്യേകത ഉണ്ട്. ഇന്നിവിടെ നമ്മൾ ഇപ്പം മുത്തപ്പം കെട്ടിയാടുക എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. മുത്തപ്പം കെട്ടിയാടുക എന്ന് വെച്ചാൽ സാധാരണ വെള്ളാട്ട് അങ്ങനെ എന്നാണ് പറയുക. അതിനെപ്പറ്റി നമുക്ക് ചോദിച്ചറിയാം. അങ്ങനെ ഞങ്ങളിപ്പോൾ എത്തിയിട്ട് ഇപ്പോൾ അതിൻ്റെ ആളുകളൊക്കെ വന്നിട്ടുണ്ട്. മുത്തപ്പം കെട്ടുന്ന ആളുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അവരതിൻ്റെ സജ്ജീകരണങ്ങളൊക്കെ നടത്തുന്നുണ്ട്. കാരണം ഞങ്ങൾക്ക് വെച്ചാൽ ഇതിനെപ്പറ്റി കൂടുതൽ അറിയില്ല. സാധാരണ അമ്പലത്തിലാണ് ഇത് കാണാറ്. അപ്പം ഇത് അപൂർവം ആളുകൾ വീട്ടിൽ വെച്ച് ഇത് കഴിക്കുന്ന. നമ്മളിപ്പോൾ ചില ഏരിയകൾ മുത്തപ്പൻ എടുക്കുക എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഈ മുത്തപ്പൻ എടുക്കുക പറഞ്ഞാൽ നമ്മൾ ചെറിയ രീതിയിലൊക്കെയാണ് കടല കള്ള് അങ്ങനെയൊക്കെ വെച്ചിട്ട് നമ്മൾ മുത്തപ്പൻ എടുക്കുന്നത്. ഇത് ശരിക്കും മുത്തപ്പൻ കെട്ടിയാടുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അതും വീട്ടിൽ വെച്ചിട്ട്. അപ്പോൾ അത് ഇവരെ നമ്മളൊരു വല്യച്ഛൻ്റെ വീടാണ്. അപ്പോൾ അവിടെ വെച്ചിട്ട് അത് പയ്യന്നൂരാണ് ഇപ്പോൾ ഇത് സ്ഥലം. അപ്പം പയ്യന്നൂർ പെരുമ്പാ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. അപ്പം ഇവിടെ നമ്മുടെ ഒരു ചേട്ടനുണ്ട്, വരനേട്ടനുണ്ട്. അപ്പം ഇതെന്താ സംഭവം എന്നൊക്കെ ഉള്ളത് നമുക്ക് വേണമെങ്കിൽ വരനേട്ടനോട് ചോദിച്ചിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ കോഴിക്കോട്ടുകാരായതിനെക്കൊണ്ട് നമുക്കിതിനെപ്പറ്റി കൂടുതൽ അറിയില്ല. അപ്പോൾ അത് നമുക്ക് വരനേട്ടനോട് ചോദിച്ചറിയാം. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞല്ലോ. അപ്പോൾ ഇതാണ് നമ്മളെ വരനേട്ടൻ. അപ്പോൾ ഇതെന്താ പരിപാടി എന്നുള്ളത് അതിൻ്റെ കാര്യങ്ങളെ പറ്റിയൊക്കെ വരനേട്ടൻ നമുക്ക് പറഞ്ഞുതരും. ഇതെന്താണ്, വെള്ളാട്ടാണോ അല്ലെങ്കിൽ മുത്തപ്പം കെട്ടിയാടാണോ എന്താണെന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് അറിയാത്തതാണ്. അപ്പോൾ അതിനെപ്പറ്റി ചുരുക്കത്തിൽ വരനേട്ടൻ പറഞ്ഞു. വരനേട്ടൻ അത് അപ്പോൾ ഇതിനെപ്പറ്റി വരനേട്ടൻ അറിയുന്ന കാര്യങ്ങൾ വരനേട്ടൻ പറഞ്ഞതാണ്. ഇത് വരനേൻ്റെ വൈഫാണ് ലക്ഷ്മിച്ചി. പറഞ്ഞോളൂ എന്തൊക്കെയാ ഇത് മുത്തപ്പൻ. നമ്മളിപ്പോൾ പ്രാർത്ഥന, നമ്മൾ ഒരു വഴിപാട്, നമ്മൾ പ്രാർത്ഥനേൻ്റെ ഭാഗമായിട്ട് നമ്മൾ വീട്ടിൽ ഒരു വഴിപാടായിട്ട് കഴിപ്പിക്കുന്നത്. അപ്പം മുത്തപ്പ സങ്കല്പത്തിൻ്റെ ഒരു രൂപം നമ്മൾ വീട്ടിൽ പ്രാർത്ഥിച്ചിട്ട് അത് വീട്ടിൽ കഴിപ്പിക്കുന്നു. അപ്പോൾ നമ്മൾ ഒരു പണ്ടുള്ള ഒരു പ്രാർത്ഥനേൻ്റെ ഭാഗമായിട്ട് ഇപ്പം നമ്മൾ വീട്ടിൽ കഴിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ കഴിപ്പിക്കുന്നത് നമ്മളെ എല്ലാവരും വീട്ടുകാരും അടുത്തുള്ളവരെയൊക്കെ ക്ഷണിച്ചിട്ട് ഇത് ചെറിയൊരു രീതിയിൽ ഇതിനെ ഒരു വഴിപാട് അങ്ങനെ നമ്മൾ കഴിപ്പിച്ച് പ്രാർത്ഥനയായിട്ട് നമ്മളത് കഴിപ്പിച്ച് തീർക്കുന്നു. ഇതിൻ്റെ ഐതിഹ്യം കാര്യങ്ങളൊക്കെ വലിയതായിട്ടുള്ള പിടിപാടൊന്നും ഇല്ലെങ്കിലും സാങ്കല്പികമായിട്ട് മുത്തപ്പൻ്റെ ആ രൂപം നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ആടിച്ച് കഴിപ്പിക്കുന്നു. അപ്പോൾ വരനേട്ടൻ അറിയുന്ന കാര്യങ്ങളാണ് വരനേട്ടൻ ഇപ്പോൾ നമ്മളോട് പങ്കുവെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെ കുറച്ച് അങ്ങനെ ഇവിടെ മുത്തപ്പൻ വെള്ളാട്ടിനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടോ. പല ഭാഗത്തുനിന്നും ഉള്ള ആളുകൾ വന്നിട്ടുണ്ട്. പിന്നെ അടുത്ത വീടുകളിലുള്ള ആളുകളും എല്ലാവരും എത്തി തുടങ്ങി. ഇവരാണ് റിലേറ്റീവ്സ് ആണ് കൂടുതലുള്ളത്. പിന്നെ ഇവരാണ് കേട്ടോ മുത്തപ്പൻ വെള്ളാട്ടം കെട്ടാൻ വേണ്ടിയിട്ട് വന്ന ആളുകളും. അതെ, അത് ഇത് പ്രത്യേക സമുദായത്തിൽപ്പെട്ട ആളുകൾ തന്നെയാണ് ഇത് കിട്ടുന്നത്. അവരിവിടെ മുത്തപ്പനുള്ള പുഷ്പങ്ങളൊക്കെ തയ്യാറാക്കാണ്. അവര് വീട്ടിൽ വന്നിട്ട് തന്നെയാണ് എല്ലാ ഇതും ചെയ്യുന്നത്. അമ്പലത്തിന് വേണ്ടിയുള്ള സാധനങ്ങളും എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ എല്ലാ സാധനങ്ങളും അവര് കൊണ്ടുവന്നതാണ്. പിന്നെ ഇവര് നമ്മുടെ റിലേറ്റീവ്സ് ആണ്. എല്ലാരും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നേരത്തെ എത്തിയിട്ടുണ്ട് എല്ലാരും. അപ്പോൾ കൂടുതൽ ദൂരത്തുനിന്ന് വന്ന ആളുകളുണ്ട്. ആലപ്പുഴ, മംഗലാപുരം, ബാംഗ്ലൂർ അങ്ങനെ വന്ന കൂടെ. അപ്പം എല്ലാവരും എത്തിയിട്ട് അപ്പം രാവിലെ തന്നെയുള്ള ചായ കഴിക്കുന്ന തിരക്കിലാണ്. അപ്പം അതിനുശേഷം അതാ ഇവിടെ ഇവര് അമ്പലം റെഡിയാക്കാണ്. മുത്തപ്പന്റെ ഒരു വിളക്കൊക്കെ വെക്കാനുള്ള ഒരു അമ്പലം. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന തിരക്കിലാണ്. എന്താ വെച്ചാൽ മുത്തപ്പൻ തുടങ്ങിയാൽ കഴിഞ്ഞാൽ പിന്നെ കഴിക്കാൻ കഴിയില്ല. അതിനെക്കൊണ്ട് എല്ലാവരും പെട്ടെന്ന് കഴിച്ചിട്ട് വേണം പുറമെ പോയി ഇരിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് എല്ലാവരും തിരക്കിലാണ്. അങ്ങനെ അമ്പലത്തിൻ്റെ വർക്കൊക്കെ തീരാനായിട്ടുണ്ട്. ഇത് മുത്തപ്പൻ്റെ കിരീടമാണ്. അപ്പം അതിൻ്റെ അതൊക്കെ പുഷ്പങ്ങളൊക്കെ കെട്ടി അവർ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതെ, തുളസി എല്ലാം വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു അവര് ഇതൊക്കെ ഉണ്ടാക്കിയത് ഇവിടെ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ. ഈ രൂപം, ഈ കിരീടത്തിന്റെ ഈ ഒരു ഇത് ഉണ്ടാക്കിയത് ഇവിടെ വെച്ചിട്ട് തന്നെയാണ്. അതിനുള്ള സാധനങ്ങളൊക്കെ അവര് കൊണ്ടുവന്നു. അങ്ങനെ മുത്തപ്പന്റെ കിരീടത്തിന്റെ ഏകദേശം പണിയൊക്കെ പൂർത്തിയാക്കി അവരിത് ഒരു നാക്കലയിൽ അത് വെച്ചിട്ടുണ്ട്. ഇനി അവര് എന്തെല്ലോ പൂജയ്ക്ക്
തുടങ്ങാനുള്ള പരിപാടിയിലാണ് കേട്ടോ. മുത്തപ്പൻ വെള്ളാട്ടിന്റെ മുന്നോടിയായിട്ടുള്ള പൂജകളാണ് ഇനിയിപ്പോൾ തുടങ്ങാൻ പോകുന്നത്. മുത്തപ്പൻ ഈ പൂജയ്ക്കൊക്കെ ശേഷമാണ് മുത്തപ്പൻ കെട്ടാൻ. അതെ അതെ അതെ, എന്നിട്ടാണ് മുത്തപ്പൻ കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു പൂജ കഴിഞ്ഞിട്ട് ഒരു 2-3 പൂജകളുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ മുത്തപ്പൻ്റെ പ്രസാദം ഉണ്ടാവും. പിന്നെ കള്ളുണ്ട്, അതുപോലെ തന്നെ മമ്പയർ, തേങ്ങാപ്പൂള്, പിന്നെ ഉണക്കസ്രാവ്. അത് ഉണക്കസ്രാവ് ചുട്ടതാണ് ഉണ്ടാകുക കേട്ടോ. ചുട്ടിട്ട് എടുത്തിട്ട് അത് മൊത്തം മിക്സ് ചെയ്തിട്ടാണ് നമുക്ക് പ്രസാദമായിട്ട് തരുന്നത്. അവര് ഇവിടെ വന്നിട്ട് തന്നെയാണ് കേട്ടോ, വീട്ടിൽ വന്നിട്ട് തന്നെയാണ് ഈ മമ്പയറൊക്കെ അവര് തന്നെ ഈ മുത്തപ്പൻ കെട്ടുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ, ഉണ്ടാക്കിയിട്ട് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് ഉണക്കല് ചുടുന്നൊക്കെ ആണെങ്കിലും വീട്ടിൽ വന്നിട്ട് തന്നെയാണ്. അങ്ങനെ ഇത് ആദ്യമുള്ള പൂജകളൊക്കെ കുറച്ച് ടൈം എടുത്തിട്ടുള്ള പൂജകളാണ്. അപ്പോൾ അത് ഞാനിങ്ങനെ ഫാസ്റ്റാക്കി കാണിക്കുന്നതെന്ന് വെച്ചാൽ കുറച്ച് ലോങ് വീഡിയോ ആയി പോകും. ഇത് ടൈം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത്ര ഫാസ്റ്റ് ആക്കുന്നത്. അങ്ങനെ മുത്തപ്പൻ വെള്ളാട്ടം കെട്ടുന്നതിന് മുമ്പുള്ള പൂജകളൊക്കെ ഏകദേശം കഴിഞ്ഞു. അതിൻ്റെ പ്രസാദം റെഡിയാക്കുകയാണ് അവർ. മമ്പയർ നേരത്തെ പറഞ്ഞില്ലേ, മമ്പയറും അവിലും തേങ്ങയും സ്രാവ്, ഉണക്കസ്രാവാണ് കേട്ടോ, എല്ലാം കൂടിയുള്ള പ്രസാദം ഇതാ നേർച്ച വെച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്കിത് അവർ പ്രസാദമായിട്ട് തരും കഴിക്കാൻ. അല്ല അത് പൊടിച്ചിട്ടോ, അല്ല മീൻ കൂട്ടാത്തവരുണ്ടാവില്ല. അങ്ങനെ മുത്തപ്പൻ്റെ ചമയങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ആഭരണങ്ങളൊക്കെ ധരിക്കുകയാണ്. ആ വീഡിയോ ആണ് ഇപ്പോൾ. അപ്പോൾ നിങ്ങൾ ശരിക്കും മുത്തപ്പൻ ചമയിടുന്നത് എന്തേ കാണിക്കാനില്ല, അത് വെച്ചാൽ അവർ പറഞ്ഞതാണ് മുത്തപ്പൻ ചമയിടുന്നത് നിങ്ങൾ വീഡിയോ എടുക്കരുത്.
ഒക്കെ സ്വന്തമായിട്ട് തന്നെ അവർ തന്നെ ചെയ്തതാണ്. അതുകൊണ്ട് ആ എടുക്കരുതെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞങ്ങൾ ആ വീഡിയോ ചെയ്യാഞ്ഞത്. അപ്പം അത് കഴിഞ്ഞേരം അവർ പറഞ്ഞ് എടുത്തോളാൻ പറഞ്ഞപ്പോഴാണ് ഇപ്പോൾ ഈ ആഭരണങ്ങളൊക്കെ ചെയ്യുന്നതാണ് വീഡിയോ ഞങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവിടെ ഉള്ള എല്ലാവർക്കും മുത്തപ്പൻ്റെ ആ ചമയങ്ങൾ നമുക്ക് കാണാൻ കഴിയും, പക്ഷെ വീഡിയോ എടുക്കരുത് മാത്രമാണ്. വീഡിയോ എടുക്കരുതെന്ന് അവർ പറഞ്ഞു. പക്ഷെ ഞങ്ങളൊക്കെ നല്ലോണം കണ്ടു കേട്ടോ മുത്തപ്പനെ റെഡിയാവുന്നത്, മുഖത്ത് വരയ്ക്കുന്നത്, കണ്ണ്, പിന്നെ എല്ലാം കഴിഞ്ഞ് ലാസ്റ്റിലാണ് ആഭരണങ്ങളൊക്കെ ചാർത്തുമ്പോഴാണ് അവർ തന്നെ പറഞ്ഞു ആ വീഡിയോ എടുത്തു എന്നുള്ളത്. അപ്പോൾ ഏകദേശം ആഭരണങ്ങളൊക്കെ ധരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഒരു പൂജയോട് കൂടിയിട്ട് പിന്നെ തലയിലെ കിരീടം മുത്തപ്പൻ ചാർത്തുന്നതാണ്. അങ്ങനെ മുത്തപ്പൻ്റെ ചമയങ്ങളും ആഭരണമൊക്കെ അണിഞ്ഞ് മുത്തപ്പൻ തയ്യാറായിട്ടുണ്ട്. അങ്ങനെ ഇനിയിപ്പോൾ മുത്തപ്പൻ്റെ വെള്ളാട്ടാണ് നടക്കാൻ പോകുന്നത്. അതിനെക്കൊണ്ട് ഇനി അധികം ഞങ്ങൾ വീഡിയോയിൽ കാര്യങ്ങളൊന്നും സംസാരിക്കുന്നില്ല. അപ്പം നിങ്ങൾ ഈ വെള്ളാട്ട് മുഴുവനായിട്ട് കാണുക. മുത്തപ്പൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. അതിനെക്കൊണ്ട് എല്ലാവരും ഈ വീഡിയോ കാണുക. അപ്പോൾ മുത്തപ്പൻ്റെ വെള്ളാട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇനി കൂടുതൽ ഞങ്ങളൊന്നും പറയുന്നില്ല, നിങ്ങൾ ഈ വീഡിയോ കാണുക.
ഉരിയാട്ടു അവിടെ ഉരിയാട്ടു വേറെ ആളുണ്ടോ അങ്ങനെ മുത്തപ്പൻ്റെ വെള്ളാട്ടമൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം മുത്തപ്പൻ എല്ലാവർക്കും അനുഗ്രഹം കൊടുക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇതിന് പ്രത്യേകത വെച്ചാൽ അവിടെയൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ക്ഷണിച്ച ആളുകൾ മാത്രമല്ല വരുന്നത്. ഈ മുത്തപ്പൻ്റെ വെള്ളാട്ടിൻ്റെ അതായത് ചെണ്ട കൊട്ടുന്ന സൗണ്ടൊക്കെ കേട്ടിട്ട് അറിഞ്ഞ് വരുന്ന ആളുകളുമുണ്ട്. അവർക്ക് എല്ലാവർക്കും മുത്തപ്പൻ അനുഗ്രഹം കൊടുക്കും. പിന്നെ എന്ന് വെച്ചാൽ ഈ വെള്ളാട്ട് കഴിക്കാൻ വേണ്ടി വിളിച്ച ആളുണ്ടല്ലോ വീട്ടുകാർ, അവരെ വീടിനുള്ളിലൊക്കെ കയറും. മുത്തപ്പൻ ഉള്ളിൽ കയറി അപ്പോൾ വീട്ടുകാരോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് അതിനുള്ള പരിഹാരങ്ങളൊക്കെ പറഞ്ഞ് മുത്തപ്പൻ അവരെ അനുഗ്രഹിക്കുകയും ചെയ്യും. അങ്ങനെ ആ കൂട്ടത്തിൽ ഞങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ചിച്ചുണ്ട്, ഞാനുണ്ട്, വൈഫുണ്ട്. അപ്പോൾ ഞങ്ങൾക്കും മുത്തപ്പൻ അനുഗ്രഹമൊക്കെ തന്നു. മുത്തപ്പൻ കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അതൊന്നും ഞങ്ങൾ പറയുന്നില്ല, എന്നാലും ഞങ്ങൾക്കും അനുഗ്രഹം കിട്ടി. ഏതായാലും ആ മുത്തപ്പൻ്റെ നല്ലൊരു വീഡിയോ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞു. ഓരോരുത്തരും ഹരാജിക്കാൻ ഒരു പുത്രൻ ഒരു പുത്രി സ്ഥാനമാനങ്ങളും തറവാടും ഒക്കെ ഉണ്ട് നിങ്ങൾക്കല്ലേ. അങ്ങനെ മുത്തപ്പൻ വെള്ളാട്ടമൊക്കെ കഴിഞ്ഞ് അവിടെ ഭക്ഷണം ഉണ്ട് കേട്ടോ. ഉച്ചയ്ക്കുള്ള ഭക്ഷണം എല്ലാം ഉണ്ട്. ചിക്കൻ, മീൻ, പായസം, ചോറ് എല്ലാം റെഡിയാണ്. എല്ലാവരും അത് കഴിക്കുന്ന തിരക്കിലൊക്കെയാണ്. ഇനി ഓരോരുത്തർക്കായിട്ട് ഓരോരുത്തരുടെ വീട്ടിലേക്ക് തിരിച്ചു പോകണം. ഞങ്ങളും തിരിച്ചു പോരാണ് നാട്ടിലേക്ക്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.